ദാഹിക്കുന്നവർക്ക് ഒരു വായ വെള്ളം കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പുണ്യം കണ്യം നോക്കിയിട്ടൊന്നുമല്ല, നമുക്ക് പറ്റാവുന്ന ചെയ്യാം. കടുത്ത വേനലിൽ ഒരു ആശ്വാസമാകുന്ന കാഴ്ച ഞങ്ങളിന്ന് കണ്ടു. ഞങ്ങളൊരു ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് നമ്മുടെ തൃശ്ശൂർ തിരുവമ്പാടി അമ്പലത്തിനടുത്തായി ഒരു വീടിന് മുന്നിൽ ഒരു ചേട്ടൻ ഈ രീതിയിൽ വഴിയാത്രക്കാർക്കൊക്കെ മോരും വെള്ളം നമ്മുടെ സംഭാരം വിതരണം ചെയ്യുന്നത് കണ്ടത്. ശരിക്കും വളരെ സന്തോഷം തോന്നി. ഞങ്ങളും ഭയങ്കര ചൂടിൽ വലഞ്ഞു വരുന്നത് കൊണ്ട് ഓരോ ഗ്ലാസ് നമ്മുടെ സംഭാരമൊക്കെ വാങ്ങിച്ച് കുടിച്ചു. അപ്പോൾ നമ്മൾ ആ ചേട്ടനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ ഒരുപാട് വർഷമായിട്ട് ഈ രീതിയിൽ ഈ കടുത്ത വേനൽക്കാലത്ത് ഉച്ചയ്ക്ക് ഒരു 11 മണി മുതൽ ആ സംഭാരം തീരുന്നത് വരെ അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ ഒരു ചെയറൊക്കെ ഇട്ട് വരുന്നവർക്കൊക്കെ സംഭാരം കൊടുക്കുകയാണ്. വഴിയിലൂടെ ബൈക്കിൽ സഞ്ചരിക്കുന്നവർ, ഓട്ടോ ചേട്ടന്മാർ ഒക്കെ വന്ന് ഈ സംഭാരം വാങ്ങിച്ച് കുടിക്കുന്നത്. ഇത് വർഷം 10-60 കൊല്ലമായിട്ട് ഞങ്ങളവിടെ പശുക്കളുണ്ടായിരുന്നു. അപ്പോൾ മോര് ധാരാളം വരും. അപ്പോൾ അന്ന് തൊട്ട് തുടങ്ങിയത് അമ്മയാണ് കൊടുക്കുക. അപ്പോൾ പശുക്കളൊക്കെ വിറ്റു. അപ്പോൾ മോര്, തൈര്, പാല് വാങ്ങിച്ച് ഉറവൊഴിച്ച് മോരുണ്ടാക്കിയിട്ട് കൊടുക്കുകയാണ്. അത് മുടങ്ങാതെ കൊടുക്കും വേനലിൽ മുഴുവൻ. എൻ്റെ ഓർമ്മ വെച്ച് എനിക്ക് 68 വയസ്സായി. അപ്പം എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഇവിടെ ഉണ്ട് സംഭാരം. അന്ന് 3-4 പശുക്കളുണ്ടായിരുന്നു വീട്ടിൽ സ്ഥിരം. അപ്പോൾ മോര് ധാരാളം വരും. ആ ബാക്കി വരുന്ന മോര് സംഭാരമാക്കി കൊടുക്കും വേനൽക്കാലത്ത്. വേനലിൽ മഴ പെയ്യണവരെ 11 തൊട്ട് 2 ഡ്രം അല്ലെങ്കിൽ 3 ഡ്രം. ഇതൊന്നും 3-ാമത്തെയാണ്. ആ, രാമൻ. ശരിക്കും വളരെ നല്ലൊരു, എനിക്കിത് പോസിറ്റീവായിട്ട് തോന്നി. വളരെ സന്തോഷം തോന്നി. കാരണം നമ്മളൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഈ ചൂടത്ത് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് തോന്നും അല്ലേ, ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ, ഒന്ന് കുടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. പലപ്പോഴും നമുക്ക് അങ്ങനെ പെട്ടെന്ന് വഴിയിലൊന്നും കണ്ടു എന്ന് വരില്ല. അപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. നന്നായിട്ട് അനുഗ്രഹമായിരിക്കുന്നു. ഏറ്റവും വലിയ ബ്ലെസ്സിങ് അല്ലത്. ഇത് കൊടുക്കും, ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിൻ്റെ അനുഗ്രഹം ആ കുടുംബത്തിനാണ്, മക്കൾക്ക്, തലമുറകൾക്കാണ്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. നല്ല അഭിപ്രായമാണ്. സമയമില്ല, എല്ലാ കൊല്ലം ചെയ്യാറുണ്ട്, ഞാൻ കഴിക്കാറുണ്ട്. നല്ല മോരാണ്. ചൂടിന് ആശ്വാസമാണ്, വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല. നല്ല പോരാ ചൂടിന് വളരെ ആശ്വാസം. വളരെ നന്ദി. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഇതൊക്കെ തയ്യാറാക്കി നൽകുന്നത്. പുഷ്പ. രണ്ടുപേരും കൂടിയിട്ടാണ് ചെയ്യാറ്. ഇവിടെ ഇരുന്ന് കൊടുക്കണത് ആളാ കൂടുതൽ കൊടുക്കാറ്. അതിൽ ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില, നാരകത്തിൻ്റെ ഇല, ചെറുനാരങ്ങ എല്ലാം മിക്സ് ചെയ്യും. ഒരുപാട് വർഷമായി കൊടുക്കുന്നുണ്ട്. ലക്ഷ്മി സ്റ്റോഴ്സിന് മുമ്പിലും കൊടുക്കണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ മാത്രമേ കൊടുക്കുള്ളൂ. എല്ലാവർക്കും സന്തോഷമാണ്. ഈ വെയിലത്ത് വരുമ്പോൾ ഒന്ന് തൊണ്ട നനഞ്ഞു പോകുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമല്ലേ. ആ ചൂടത്ത് ഒരു ഗ്ലാസ് സംഭാരം കുടിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഉന്മേഷം, അതിലപ്പുറം ഇങ്ങനെ ഈ ചേട്ടന് ഇത് ചെയ്യാൻ പ്രേരിപ്പിച്ച ആ ഒരു നല്ല മനസ്സ്, അതാണ് എനിക്കൊരു പേഴ്സണലി സന്തോഷം തോന്നിയത്. നാടൻ മോര് മാത്രമല്ല, ഞങ്ങളിവിടെ പാല് കാച്ചി ഉറവൊഴിച്ച് മോരുണ്ടാക്കുന്നതാണ്. ലക്ഷ്മി സ്റ്റോഴ്സ് ഇല്ലേ നായ്ക്കലാൽ, അത് ഞങ്ങളുടെയാണ്. മകനാ നോക്കണം. എനിക്ക് അത്യാവശ്യം കൺസ്ട്രക്ഷൻ്റെ വർക്കുകളുണ്ട്. ഒരുപാട് നല്ല മനുഷ്യർ നമുക്കിടയിലൊക്കെ ഉണ്ട്. ഒരുപാട് മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തെങ്കിലും അവരുടെ ജീവിതം ഒന്ന് കുളിർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിനും ഒക്കെ വളരെ കുളിർമ നൽകുന്ന, സന്തോഷം നൽകുന്ന കാഴ്ചയാണ്. ഇനിയും ഒരുപാട് വർഷം ഇവർക്ക് ഇങ്ങനെ ഈ രീതിയിൽ സംഭാരമൊക്കെ നൽകി ആ വഴിയാത്രക്കാർക്ക് ഒരു ആശ്വാസമാകാൻ കഴിയട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു.